ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിത് നല്ല വെള്ള ആവോലി അഥവാ പ്രോംഫെറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോയിൽ താഴെ വരുന്ന 2 പ്രോംഫെറ്റ് ആണ് കേട്ടോ. രണ്ടും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വരുള്ളൂ. അതിൻ്റെ മുകളിൽ ചെറിയ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ചെരിച്ചിട്ടു, ഒരെണ്ണം നേരെ ഇട്ടു. അപ്പോൾ ഈ വരകൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അധികം ഫ്ലഷ് ഇല്ലാത്ത മീനായതുകൊണ്ടിട്ട്. എന്നിട്ട് നെടുകെ ഇങ്ങനെ പൊളിക്കുക, അതായത് കിതാബ് പൊളിക്കുക എന്ന് പറയും, പുസ്തകം പോലെ. അപ്പോൾ ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല ഫ്രഷ് മീനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല റെഡ് കളറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് മസാല പിടിക്കാൻ. പക്ഷേ ആഴത്തിലിട്ട് കൊടുക്കരുത്. ആഴത്തിലിട്ട് കൊടുത്താൽ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും അത് താഴോട്ട് ഇങ്ങനെ വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചധികം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, 3 പച്ചമുളക്, അതിനേക്കാൾ കൂടുതൽ കുരുമുളക്, അതുപോലെ പെരിഞ്ചീരകം. ഈ ഒരു മസാലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും അതുപോലെ കുരുമുളകിൻ്റെയും ടേസ്റ്റാണ്. നമുക്കിനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷ് എല്ലാം വെളുത്ത കളറിൽ കഴിച്ചിട്ട് ശീലമില്ല. അറബികളാണെങ്കിലും പാകിസ്ഥാനികളൊക്കെ ആണെങ്കിലും അതിനൊരു ലൈറ്റ് യെല്ലോ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കതെല്ലാം റെഡ് കളറിലിരിക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മതി കേട്ടോ, കാരണം ഒത്തിരി മസാലയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് മുന്നിൽ വെക്കേണ്ടത്. പിന്നെ ഒരു നാരങ്ങ നമുക്ക് ആവശ്യമുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക നാരങ്ങ എടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തന്നെ നീര് പുറത്തേക്ക് വരും. കുറച്ചിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നാരങ്ങ വരും. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നീരൊഴിച്ച് കൊടുക്കാനായിട്ട്. കുരുവും കൂടി കിടന്നു കഴിഞ്ഞാൽ അതും കൂടി ഒരുമിച്ച് അടിച്ച് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഞാൻ അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ്. കുറച്ച് പുളിയൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരിക, എസ്പെഷ്യലി ഫിഷിന്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇതും കൊണ്ട് അരഞ്ഞു കിട്ടില്ല, നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും. എന്നാലും ആദ്യം ഇതൊന്ന് അരച്ചതിന് ശേഷം ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്, സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് മസാല അതിൻ്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം ഈ സമയത്ത്. ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോയെന്ന്. പുളി കറക്റ്റാണ്, ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഉപ്പ് കിട്ടണമെങ്കിൽ ഒരു പൊടിക്ക് കൂടുതലായിട്ട് ഉപ്പ് ഇടണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഫിഷ് എടുത്തിട്ട് അതിലേക്ക് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ചിലർ കുറേ നേരം ഫിഷിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിച്ചിട്ട് ഫുള്ള് ഒരു മസാല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ച് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു ട്രാവലിങ്ങിനൊക്കെ കൂടി ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു 3/4 മണിക്കൂറോളം ഈ ഫിഷ് 1 മണിക്കൂർ എന്ന് പറയാൻ വേണമെങ്കിൽ അത്ര ടൈമൊക്കെ ഈ മസാലയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ടൈമേ ഇരിക്കുന്നുള്ളൂ. കാരണം അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ പുറത്തൊക്കെ നല്ല മസാലയുടെ ടേസ്റ്റും ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല റോ ആയിട്ടുള്ള ഫിഷിൻ്റെ ടേസ്റ്റും വരും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുറത്തും ആ വെട്ടൊക്കെ ഇട്ടിരുന്നിടത്തൊക്കെ നന്നായിട്ട് മസാല തേച്ചു. ഇനി ഉള്ളിൽ നമുക്ക് നല്ലപോലെ മസാല തേച്ച് കൊടുക്കാം. അറബീസും പാകിസ്ഥാനീസൊക്കെ ഗ്രില്ല് ചെയ്യുന്നതിൽ അവർ ഈ ഒരു പച്ച മസാലകൾ അധികം ചേർക്കാറില്ല.
അതുപോലെ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ടേസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയല്ലേ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടിട്ട് ഒരു ബോട്ടിൽ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചാർക്കോളൊക്കെ കത്തിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിഷ് അതിലേക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ചാർക്കോളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ലിക്വിഡും എല്ലാം അവൈലബിൾ ആണ്. വളരെ ഈസിയാണ് ഇപ്പോൾ പ്രോസസ്സൊക്കെ. അപ്പോൾ ഇതുപോലെ വച്ചിട്ട് വീശി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ചൂടാക്കി. ഫിഷ് ആയതുകൊണ്ട് 5 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് പൊള്ളി കിട്ടാനായിട്ട്. ഒരു 5 മിനിറ്റ്സിൽ ഈസി ആയിട്ട് കിട്ടും. പ്രത്യേകിച്ചും പ്രോംഫെറ്റിന് അധികം ദശയൊന്നുമില്ലല്ലോ. അതുകൊണ്ടിട്ട് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്നത് ഉമ്മൽഖൈനിലാണ് കേട്ടോ. അവിടെ ഒരു ഓഷ്യൻ്റെ സൈഡിലാണ്. നല്ലൊരു കടപ്പുറത്താണ്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റും നമ്മുടെ ചൂടുള്ള നമ്മുടെ ഗ്രിൽഡ് ഫിഷും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ചൂടല്ലേ, നല്ലൊരു സുഖമാണ് അങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒഴിച്ചത് കൊണ്ടിട്ടാണ് പുക വരുന്നത്. കുറച്ച് ഓയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. 5 മിനിറ്റിൽ നമ്മുടെ ഫിഷ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു ചിക്കൻ കബാബും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം മലർത്തിയും ഒരെണ്ണം കമഴ്ത്തി വെച്ചിരുന്നത്. അതുകൊണ്ടിട്ടാണ് ഒരെണ്ണം ഡാർക്കായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ മസാലയുള്ള ഭാഗമാണ് ഡാർക്ക് കളറിലിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസാലയുള്ള ഭാഗത്തിന്. ഉള്ളിലേക്ക് പോകുമ്പോൾ റോ ഫിഷാണ്. ചെറിയ മസാല ടേസ്റ്റ് ഉണ്ട്, എന്നാൽ അടിപൊളി ആ ഫിഷിൻ്റേതായ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസും കൂടി ചേർത്ത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് സാലഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് സവാള സാധാരണ നമ്മൾ കട്ട് ചെയ്തല്ലേ എടുക്കുക. ഇത് നമ്മൾ ഈ കനലിൽ ചുട്ടെടുത്തിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സവാള കനലിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. അപ്പോൾ അത് കുബൂസിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം.